ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 5 ക്യാപിറ്റൽ സ്ട്രക്ചറിലെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിൻ്റ്, അതുപോലെ തന്നെ EBIT EPS ഇൻഡിഫറൻസ് പോയിൻ്റ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണ്? എ ലെവൽ അറ്റ് വിച്ച് ദ കമ്പനി കുഡ് മീറ്റ് ഇറ്റ്സ് ഫിക്സ്ഡ് കമ്മിറ്റ്മെൻറ്റ്സ്, that is earnings available to equity shareholders is equal to 0. In that condition, how much is the sales or EBIT? That is called financial break-even point. It denotes the level at which the firm's EBIT is just sufficient to cover interest, tax and preference dividend. In other words, there is no residual earnings available for equity shareholders. ഓക്കെ, എന്താ മനസ്സിലായത്? എ ലെവൽ അറ്റ് വിച്ച് കമ്പനി മീറ്റ്സ് ഇസ് ഫിക്സ്ഡ് കമ്മിറ്റ്മെൻറ്റ്സ്. നിങ്ങൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എവിടെ പഠിച്ചിട്ടുണ്ടാവും? കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും ബ്രേക്ക് ഇവൻ പോയിന്റ്. BEP സെയിൽസ് എത്രയാണ്? BEP സെയിൽസ് പെർ യൂണിറ്റ്, BEP സെയിൽസ് എമൗണ്ട് എത്രയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതെന്താണ് അവിടെ പഠിക്കുന്നത്? ബ്രേക്ക് ഇവൻ, അതായത് കമ്പനി ബ്രേക്ക് ഇവൻ ആവാനുള്ള പോയിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ഇവൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ലോസും വരുന്നില്ല, പ്രോഫിറ്റും വരുന്നില്ല. അതായത് നമ്മളെ കമ്മിറ്റ്മെൻറ്റ്സ്, അതായത് ഇൻട്രസ്റ്റ്, നമ്മൾ അടയ്ക്കേണ്ട ലയബിലിറ്റീസ്, അതുപോലത്തെ നമ്മളെ ഫിക്സഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയൊന്നും നിൽക്കണമില്ല, എന്നാൽ നമ്മളത് കൊടുക്കാനുമില്ല. അതായത് നമ്മളെ ഏണിങ്സ് 0 ആയിരിക്കും. ആ കേസിലുള്ള സെയില്, അതാണെന്ത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. കോസ്റ്റിങ്ങിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഫിക്സ്ഡ് കോസ്റ്റും കഴിഞ്ഞിട്ട് EBIT 0 ആകുന്ന പോയിന്റാണ് അവിടെ പഠിക്കുന്നത്. EBIT 0 ആകുന്ന കേസാണ്. ഇവിടെ നമ്മൾ EBITക്ക് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EBITക്ക് ശേഷം ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 0 ആകുന്ന പോയിന്റാണ് എന്ത്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. സാധാ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണ്? EBIT 0 ആകുന്ന കേസാണ് നമ്മുടെ കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ബ്രേക്ക് ഇവൻ പോയിന്റ്. അതായത് അവിടെ ഫിക്സ്ഡ് കോസ്റ്റിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും? കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അവിടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. കോസ്റ്റിംഗ് ഞാനധികം പറയുന്നില്ല, ഓൾറെഡി നമുക്ക് അറിയുന്നതായിരിക്കും. ഇപ്പം സെയില് less variable costing, that is contribution, less fixed costing, that is EBIT. ഇതാണ് കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്ന EBIT 0 ആവുന്ന കേസാണെന്ത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. BEP സെയിൽസ് എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. അപ്പോൾ അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ഉണ്ട്? ഒരു 10,000 ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പം ഈ 10,000 കവർ ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 10,000 കോൺട്രിബ്യൂഷൻ വരണം. ഇവിടെ വേരിയബിൾ കോസ്റ്റ് ഒരു 50% ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം ഒരു 10,000 വേരിയബിൾ കോസ്റ്റും സെയിൽസ് 20,000, ഇങ്ങനത്തെ ഒരു കേസ്. അതായത് 20,000 സെയിലുണ്ട്, അത് ചെയ്താൽ 50% എന്താണ്? വേരിയബിൾ കോസ്റ്റാണ്, 50% കോൺട്രിബ്യൂഷനാണ്. അപ്പം ഈ 50% കോൺട്രിബ്യൂഷന്, അതായത് 10,000 നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 10,000 കഴിഞ്ഞാൽ EBIT 0 ആണ് വരുന്നത്. അപ്പം EBIT 0 വരുന്ന കേസിലുള്ള സെയിലിനെയാണ് BEP സെയിൽസ് എന്ന് പറയുന്നത്.
അല്ലേ? നിങ്ങൾക്ക് ഞാൻ ഇത് ഡീപ്പായിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്നും എനിക്ക് പറയുന്നില്ല, ജസ്റ്റ് ഞാൻ ഇത്ര പറയുന്നുള്ളൂ. അപ്പം EBIT 0 ആവുന്ന കേസിലുള്ള സെയിലാണെന്ത് BP സെയിൽ. അപ്പം ഇതേ കേസ് തന്നെ നമ്മളെ FM വരുമ്പം FM എന്താണ്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണ്? FM EBIT എന്നാണ് നമ്മൾ തുടങ്ങുക. EBIT ലെസ് ഇൻട്രസ്റ്റ്, EBT ലെസ് ടാക്സ്, EAT ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ്, ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഇത് 0 ആവുന്ന കേസാണെന്ത്? ഇത് 0 ആവുന്ന കേസ്, അതായത് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 0 ആവുന്ന കേസിൽ EBITനെ പറയുന്ന പേരാണെന്ത്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു എത്ര EBIT ഉണ്ടെങ്കിലാണ് നമുക്ക് റെസിഡൻറ്റ് ഏർണിങ്സ്, അതായത് ഈ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 0 ആകുന്നതെന്നുള്ളത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 10,000 ഇവിടെ EBIT ഉണ്ട്, ഇൻട്രസ്റ്റ് ഒരു 5,000 ഉണ്ട്, EBT 5,000 ആയി, ടാക്സ് 20%, ഒരു 1,000 ടാക്സ്, 4,000 ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഒരു 4,000 കൊടുത്ത്, ഇപ്പോൾ എത്രയായി? 0 ആയി. അപ്പം ഇങ്ങനെതാ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 0 ആവുന്ന കേസിൽ ഉണ്ടാകുന്ന EBITനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ജസ്റ്റ് ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അതായത് തിരിച്ചിട്ട് അങ്ങനെ പോയിട്ട്, ഇപ്പം ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നൊക്കെ തരും. ഇപ്പം പ്രിഫറൻസ് ഡിവിഡൻഡ് 4,000 ആണെന്ന് തന്നിട്ടുണ്ടാവും. പ്രിഫറൻസ് ഡിവിഡൻഡ് 4,000 വേണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ എന്ത് വേണം? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്തായാലും 4,000 വേണം. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 4,000 ആണെങ്കിൽ EBT കണ്ടുപിടിച്ചൂടെ? അപ്പം ഞാനൊരു മെത്തേഡ് കാണിച്ചു തരാം. അല്ലാതെ നിങ്ങൾക്ക് ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഈ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ACD ലിമിറ്റഡ് ഹാസ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആസ് ഫോളോസ്. കമ്പനിക്ക് താഴെ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ആണുള്ളത്. ഇക്വിറ്റി 20 lakh, ഡെപ്റ്റ് 10% to 10 lakh, പ്രിഫറൻസ് ഷെയർ 12% 5 lakh. ഫൈൻഡ് ദ ഫിനാൻഷ്യൽ BP ഓഫ് ദ കമ്പനി. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കുക? ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒറ്റ മിനിറ്റ്, ഒരു സംഭവം, ടാക്സ് റേറ്റ് 50%, ഇതും കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണേ. അപ്പം ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് വർക്കിംഗ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് പഠിപ്പിച്ച് തന്നിട്ടില്ലേ, അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം അതെടുത്ത് എഴുതി വെക്കുക. EBIT ലെസ് ഇൻട്രസ്റ്റ് equal to EBT less tax EAT less preference dividend earnings available to equity shareholders. അപ്പോൾ നമുക്ക് ആദ്യം അറിയുന്ന കാര്യം ഇതൊക്കെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 0 ആവുന്ന കേസിനാണ് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 0 ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ റിവേഴ്സ് വർക്കിംഗ് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഈ 0 വരുന്നത് എന്താണ്? EATയിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചപ്പോഴാണ് 0 വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് എത്ര എന്നറിയോ? അറിയാം. കാരണം ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് ഈക്വൽ ടു 5 lakh into 12% is equal to
60,000 റുപ്പീസ് എന്ന് വരും. അപ്പം പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? 60,000 റുപ്പീസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് 60,000 റുപ്പീസ് ആണ്. കാരണം ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചപ്പോൾ ഏണിങ്സ് അവൈലബിലിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര കിട്ടി? 0 കിട്ടി. അപ്പോൾ നമ്മൾ ലോജിക്കലി ആലോചിച്ച് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ലോജിക്കലി ആലോചിച്ച് അങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വേറെ ഫോർമുല പഠിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഏണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 0 ആകുന്ന കേസ്, അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് അടുത്തത്. അപ്പം അതിൻ്റെ മുന്നേ എന്തായിരിക്കും? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും. അപ്പോൾ അത് കിട്ടി. ഇനി മുകളിലോട്ട് നമുക്ക് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ഇൻട്രസ്റ്റ് നമുക്കറിയാം അല്ലേ? ഇൻട്രസ്റ്റ് എങ്ങനെ അറിയാം? ഡെപ്റ്റ് അറ്റ് 10% ആണ്, 10 lakh ആണ്. അപ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് 1 lakh ആണെന്ന് കിട്ടി. ഇത്രയും ഡാറ്റ നമ്മളിലായി. ഇനി നമുക്കറിയുന്ന വേറെ കാര്യമുണ്ട്. ടാക്സ് റേറ്റ് എത്രയാണ്? 50% ആണ്. 50% ആണ്. ടാക്സ് റേറ്റ് 50%. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്ര ആയിരിക്കും? അപ്പോൾ ഇപ്പം ഇത് EBT എന്ന് പറയുന്നത് 100 ആണെങ്കിൽ അതിൽ നിന്ന് ടാക്സ് 50 കുറച്ചു. അപ്പം നമുക്ക് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 50 ആണ്. ഇത് പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പം ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 50% ആണ്, ടാക്സ് എന്ന് പറഞ്ഞാൽ 50% ആണ്, EBT എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പം ഈ 50% 100%ലേക്ക് ആക്കാൻ എന്താ ചെയ്യുക? ഡിവൈഡഡ് ബൈ 50% ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടും. ഓക്കെ, അപ്പം ഈ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ 60,000 ഡിവൈഡഡ് ബൈ 50% ചെയ്താൽ എത്ര കിട്ടും? അപ്പോൾ ഇത് ടാക്സ് റേറ്റ് എത്രയാണോ അതിൻ്റെ കുറച്ചിട്ടുള്ള, അതായത് 100 നിന്ന് ടാക്സ് റേറ്റ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്ത്? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണല്ലോ വരിക? ഈ EBT എന്താണ്? 100 ആയിട്ട് എടുക്കുക, EBT-നെ 100 ആയിട്ട് എടുക്കുക. 100 നിന്ന് ടാക്സ് റേറ്റ് കുറച്ച്, ടാക്സ് റേറ്റ് ഇപ്പോൾ 30 ആണെങ്കിൽ 30 കുറച്ചിട്ട് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്ര ആയിരിക്കും? 70 ആയിരിക്കും. അപ്പോൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 70 ചെയ്യുക. 60,000 ഡിവൈഡ് ബൈ 50% ഈസ് ഈക്വൽ ടു 1,20,000 എന്ന് കിട്ടും. അപ്പം EBT കിട്ടി 1,20,000. ടാക്സ് എത്രയാണ്? ടാക്സ് 60,000 തന്നെയാണ്. അത് ഓരോന്നായിട്ട് കിട്ടുന്നുണ്ടോ അങ്ങനെ? അപ്പോൾ 1,20,000 കിട്ടി. ഇനി ഇൻട്രസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നമുക്കറിയാം. EBTയും കിട്ടി. EBT എന്ന് പറഞ്ഞാൽ എന്താണ്? EBIT-ന്ന് ഇൻട്രസ്റ്റ് കുറച്ചതാണ്. അപ്പം EBIT കിട്ടണമെങ്കിൽ EBT-ൻ്റെ കൂടെ ഇൻട്രസ്റ്റിനെ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 2,20,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതായത് നേരെ റിവേഴ്സ് വർക്കിങ്സ് ചെയ്താലും കിട്ടും, നമുക്ക് കിട്ടും. അതായിരിക്കും കുറച്ചുകൂടി ലോജിക്കലായിട്ട് നമുക്ക് തിങ്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി. ഇനി നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ ചെയ്താലും മതി. അത് പിന്നെ നേരെ ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഒരു കേസ് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മളെന്താ ഇവിടെ ചെയ്തത്? ഇതിപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻ്റ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻ്റ് ആയിരിക്കും എന്തിവിടെ? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ ടാക്സ് പെർസെൻറ്റേജ്, ഈ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ടാക്സ് പെർസെൻറ്റേജ് അടിച്ചാൽ എന്ത് കിട്ടും? EBT കിട്ടും. അങ്ങനെയാണ് നമുക്ക് EBT കിട്ടിയത്. അപ്പം ഈ EBT-യും അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റും കൂടിയ എമൗണ്ട് അല്ലേ എന്ത്? EBIT വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ്. അതായത് 1 മൈനസ് ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1 മൈനസ് ടാക്സ് അല്ല, നമ്മൾ 100 EBIT 100 ആക്കി എടുത്തു, അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്തിട്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ എന്താണ്? ആഫ്റ്റർ ടാക്സ് ഐറ്റമാണ്. അപ്പം ആഫ്റ്റർ ടാക്സ് ഐറ്റത്തിനെ പ്രീ ടാക്സിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് ഇതിപ്പം പ്രിഫറൻസ് ഡിവിഡൻഡ് പ്രീ ടാക്സ് അല്ല പോസ്റ്റ് ടാക്സ് ഐറ്റമാണ്.
അപ്പോൾ ഈ പോസ്റ്റ് ടാക്സിനെ പ്രീ ടാക്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 1 - ടാക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇത് എന്തിനങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കേസിനെ നോക്കിക്കോളൂ. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് ഇവിടെ? 60,000 ആണ്. 60,000 ഡിവൈഡഡ് ബൈ 50% ഇസ് ഈക്വൽ ടു 1,20,000. ഇതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, 1,20,000 പ്രീ ടാക്സ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രിഫറൻസ് ഡിവിഡൻഡ് 60,000 കൊടുക്കാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീ ടാക്സിൽ, അതായത് EBT 1,20,000 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് പോവും, ടാക്സ് പോവും. ടാക്സ് പോയി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അപ്പം അതിൻ്റെ വർക്കിംഗ് ആണ് എന്ത്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 - ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പം ഇതും ഈ എമൗണ്ടും അതുപോലെ പ്രിഫറൻസ് ഡിവിഡൻഡിന് കൊടുക്കാനുള്ള എമൗണ്ട്, അതായത് പ്രീ ടാക്സിലേക്ക് മാറ്റുക. അപ്പോൾ അത് 1,20,000 കിട്ടി. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൾറെഡി പ്രീ ടാക്സ് ആണ്, അപ്പോൾ നമുക്ക് പ്രീ ടാക്സിലേക്ക് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം പ്രീ ടാക്സിലേക്ക് മാറ്റിയ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്താൽ 2,20,000 ആയിരിക്കും എന്ത്, നമ്മുടെ EBIT എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലി എന്ത് പറയാം, അതായത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് സിംപ്ലി എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ BEP ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 - ടാക്സ് റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻഡ്, അതായത് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കയ്യിലുള്ള EBIT കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റും കൊടുക്കണം, അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. പ്രിഫറൻസ് ഡിവിഡൻഡ് ഒരു ആഫ്റ്റർ ടാക്സ് ഐറ്റമാണ്. ആഫ്റ്റർ ടാക്സ് ഐറ്റം അല്ലെങ്കിൽ പോസ്റ്റ് ടാക്സ് ഐറ്റമാണ്. പോസ്റ്റ് ടാക്സ് ഐറ്റം എന്ന് പറയുമ്പോൾ അത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നാണ് എടുത്ത് കൊടുക്കുക. അപ്പം ആ ടാക്സും കൂടി കൊടുക്കാനുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ പ്രിഫറൻസ് ഡിവിഡൻഡിൻ്റെ എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ അതിനെ കൊണ്ടാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 - ടാക്സ് എന്ന് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം, EBIT EPS ഇൻഡിഫറൻസ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. EBIT EPS ഇൻഡിഫറൻസ് പോയിന്റ്. Indifference point is the point at which EPS of both levered firm and unlevered firm becomes same. EBIT EPS ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇൻഡിഫറൻസ് പോയിന്റ് അതായത് EPS സെയിം ആവുന്ന പോയിന്റ്, ഏർണിങ്സ് പെർ ഷെയർ സെയിം ആവുന്ന പോയിന്റ് ആണ്. The level of EBIT that results equal level of EPS is called EPS equivalent point or indifference point. അതായത് EPSലുള്ള EPS അത്ര വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ റിക്വയർഡ് ആയിട്ടുള്ള EBITക്ക് പറയുന്ന പേരാണെന്ത്, ഇൻഡിഫറൻസ് പോയിന്റിൽ EBIT. അപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റ് ഈസ് കമ്പ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ഫോളോയിങ് ഇക്വേഷൻസ്. ആൾട്ടർനേറ്റീവ് 1 വിത്ത് ഡെപ്റ്റ് ആണെങ്കിൽ, ഇതൊന്നുമില്ല, ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതെന്താ പറയുന്നത് അറിയോ, നമ്മൾ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഏത് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനില്ലേ, ഫസ്റ്റ് പാർട്ടിൽ. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻ്റ് ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സ് നമ്മൾ കണ്ടു. ഇപ്പം വിത്ത് ഡെപ്റ്റ്, ഇക്വിറ്റി മാത്രമായിട്ട് ഫിനാൻസ് ചെയ്ത് കണ്ടു, ഡെപ്റ്റായിട്ട് മാത്രമുള്ള ഡെപ്റ്റ് ഉള്ളത് കണ്ടു, ഇക്വിറ്റിയും ഡെപ്റ്റും കൂടി ഉള്ളത് കണ്ടു, പിന്നെ പ്രിഫറൻസ് ഉള്ളത് കണ്ടു. പ്രിഫറൻസിന് ഇപ്പം നമ്മൾ തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ ഒഴിവാക്കുകയാണ്. അപ്പം ഇത് ഇക്വിറ്റി മാത്രമുള്ള ഫേം, അതായത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് അവിടെ എത്ര ഉണ്ടായിരുന്നത്, 12,50,000 ആണ് ടോട്ടലായിട്ടുള്ള ഇക്വിറ്റി ഉണ്ടായിരുന്നത്. ഇവിടെ എത്രയാണ്, ഇക്വിറ്റി 10 lakhും അതുപോലെ തന്നെ ഡെപ്റ്റ് 2,50,000 ആണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ EPS എത്രയായിരുന്നു, ഇവിടെ 1.25 കിട്ടി, ഇവിടെ 1.46 സംതിങ് ആയിരുന്നു തോന്നുന്നു. അപ്പം ഇവിടെ EPSന്റെ ഡിഫറൻസ് കണ്ടോ, ഈ EPS
1.25ഉം 1.46 ആയി മാറി. അതെന്ന് പറഞ്ഞാൽ ഈ ഡെപ്റ്റിൻ്റെ നമ്മുടെ ടാക്സ് സേവിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ടാക്സ് സേവിങ്ങിനെ കൊണ്ടും അതുപോലെ തന്നെ ഡെപ്റ്റ് കുറച്ചുകൂടി ചീപ്പായിട്ടുള്ള സോഴ്സാണ്. അപ്പം ആ ഡെപ്റ്റിൻ്റെ ചീപ്പായിട്ടുള്ള എന്താ പറയുക ആ കോസ്റ്റിനെ കൊണ്ടും വരുന്ന സേവിങ് ആണ് എന്ത് 1.46 വരുന്നത്. കാരണം ഇവിടെ എത്രയാണ് 1,25,000 ഷെയർസ് ഉണ്ട്. ഇവിടെ 1 lakh ഷെയർ ഉള്ളൂ. ബാക്കി അതായത് 1 lakh ഷെയർ ഓഫ് ₹10 ഈച്ച് 10 lakh ആണ്. ബാക്കി 2,50,000 എന്താണ് ഡെപ്റ്റാണ്. ഡെപ്റ്റിൽ നമ്മൾ ഷെയർ ഉൾപ്പെടുത്തൂലല്ലോ. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇവിടെ EPS വരാനുള്ള ഒരു കാരണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് കോസ്റ്റും കുറവാണ് ഡെപ്റ്റിന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഡെപ്റ്റ് നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും എല്ലാ EBITയിലും നോക്കുമ്പോൾ നമുക്ക് എന്തായിക്കൊള്ളുന്നില്ല, ഈ EPS ഇക്വിറ്റിനേക്കാളും ഡെപ്റ്റിന് കൂടുതലാവൂല. ഒരു പോയിന്റ് വരെ ഇതെന്താവുള്ളൂ, ഒരു പോയിന്റ് വരെ ആയിരിക്കും ഈ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫണ്ടും ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫേമും അതുപോലെ തന്നെ ഇക്വിറ്റി മാത്രമുള്ള ഫേമും തമ്മിൽ എന്ത് ചെയ്യാം, ഡെപ്റ്റിന് കൂടുതൽ EPS ഉള്ള ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു പോയിന്റിൽ എന്താവും, രണ്ടും സെയിം ആവും. അതായത് രണ്ടിൻ്റെ EPS സെയിം ആവുന്ന ഒരു ലെവൽ വരും. ആ ലെവലിനെ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് പോയിന്റ്. ഓക്കെ, ആ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് ആ ഇൻഡിഫറൻസ് പോയിന്റിന്റെ താഴേക്ക് പോവുകയാണെങ്കിൽ, അതായത് ആ ഇൻഡിഫറൻസ് പോയിന്റിലുള്ള EBITനേക്കാളും താഴെയാണ് EBIT എന്നുണ്ടെങ്കിൽ ഡെപ്റ്റിന്റെ ഇതെന്തായിരിക്കും, ഡെപ്റ്റിന്റെ EPS നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറവായിരിക്കും. എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാവും. അതായത് ഇക്വിറ്റി, അപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ, ഈ EPS ഇപ്പോൾ ഈ ഇക്വിറ്റിൻ്റെയും ഡെപ്റ്റിൻ്റെയും EPS കണ്ടോ, രണ്ടും ഡിഫറെൻ്റ് അല്ലേ. ഇക്വിറ്റി യൂസ് ചെയ്തിട്ടും ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫേം. അപ്പോൾ ഇത് രണ്ടും സെയിം ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 1.25ലാണ് നിൽക്കുന്നത്, ഇവിടെ 1.46 ആണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പോയിന്റിൽ ഇതെന്താവും, ഇത് സെയിമായി മാറും. അതായത് രണ്ടിനും ഒരേ EPS ആയി മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അപ്പം ആ സിറ്റുവേഷന് പറയുന്ന പേരാണെന്ത്, ഇൻഡിഫറൻസ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിഫറൻസ് പോയിന്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? ജസ്റ്റ് ഇത് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് അറിയാൻ മാത്രമൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ EPS-ഉം EPS-ഉം സെയിം ആവണ പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, EPS-ന്റെ രണ്ടിൽ ഇക്വേഷൻ കൊടുക്കുക. ഇക്വേഷൻ അല്ല, നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ആക്കി എഴുതി, നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് ആലോചിക്കണമെന്ന് വെച്ചാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഇക്വേഷൻ ആക്കി ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇക്വേഷൻ മീൻസ് ഒന്നുമില്ല, ആ ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നെ ആലോചിച്ചിട്ടൊന്ന് നോക്കിയാൽ മതി. അതായത് നമ്മൾ ഇപ്പോൾ ഇക്വിറ്റി മാത്രമുള്ള ഫേം ആണെങ്കിൽ അതിലെന്താ ഉണ്ടാവുക, ഇക്വിറ്റി മാത്രമുള്ള ഫേമിൽ ഡെപ്റ്റ് ഉണ്ടാവില്ല, അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യുക, ഇക്വിറ്റി ഇൻറ്റു ഇക്വിറ്റി EBIT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇതാണ് എന്തിൽ വരിക, നമ്മളെ ഇക്വിറ്റി മാത്രമുള്ള ഫേമിൽ EPS വരിക. ഇങ്ങനെ തന്നെയല്ലേ വരിക. EBIT 1 - ടാക്സ് മൈനസ് ചെയ്താൽ, കാരണം പിന്നെ ആർക്കും കൊടുക്കാനില്ല, ഇൻട്രസ്റ്റ് ഇല്ല കൊടുക്കാൻ, പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല. അപ്പോൾ EBIT ടാക്സ് മൈനസ് ചെയ്താൽ എന്തായി, നമുക്ക് നേരെ എന്ത് കിട്ടി, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടിയാൽ അത് നേരെ ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പം നമ്പർ ഓഫ് ഷെയർസിന് ഡിവൈഡ് ചെയ്താൽ EPS കിട്ടി. ആ കേസിൽ എങ്ങനെയാണ്. ഇനി നമ്മൾ ഡെപ്റ്റ് ഉള്ള കേസിൽ എന്താണ്, EBIT നമ്മൾ എന്ത് മൈനസ് ചെയ്യുക, EBIT ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. EBIT ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1 - ടാക്സ്, അതായത് ടാക്സിന് കുറച്ചിട്ടുള്ള ഈ 1 - ടാക്സ് ചെയ്യണം. എന്താ വെച്ചാൽ ഈ ടാക്സ് കുറയ്ക്കണതാണ് ഈ 1 - ടാക്സ് കേട്ടോ. നമ്മുടെ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇതാ, ഞാൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് വെച്ച് കാണിച്ചു തരാം. EBIT ഇൻട്രസ്റ്റ് EBT, ഈ EBT ആണ് ഇത്. EBIT ഇൻട്രസ്റ്റ് കുറച്ചാൽ EBT കിട്ടും. EBT എന്ത് ചെയ്യുക, ലെസ്
ടാക്സ് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ലെസ് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ് 1 മൈനസ് ടാക്സ് അല്ലേ. ഇത് 100 ഈ 1 എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ 100 ടാക്സ് ഇപ്പോൾ ഒരു 50% ആണെങ്കിൽ 50 ആണ്, ഒരു 20% ആണെങ്കിൽ 80% ആയിരിക്കും എന്ത് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. അതന്നെയല്ലേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. അതായത് EBIT-നെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 100-നെ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 80 കിട്ടും. അത്ര തന്നെ. ഇത് 0.8 ആണ്. അതായത് ഇതൊക്കെ പെർസെൻറ്റേജിലാണ്, മാറിപ്പോരുത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും EAT കിട്ടും, ഇവിടെയും ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് തന്നെയാണ് കിട്ടുക. ഇവിടെ എന്താണ്? ഇവിടെ EBT ആണ് ഓൾറെഡി EBIT, കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല. അതിന് എന്ത് ചെയ്യുക? നേരെ ടാക്സ് ലെസ് ചെയ്യുക. ആ ടാക്സ് ലെസ് ചെയ്യണതിനാണ് 1 മൈനസ് ടാക്സ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ അത് കിട്ടി. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ EBIT നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എത്രയായിരുന്നു EBIT എടുത്തത്? 3,12,500 ആണ് നമ്മുടെ EBIT ഉണ്ടായിരുന്നത് ഫസ്റ്റ് കേസ്. ആ എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ 3,12,500 ആണ് എന്ത് നമ്മളുടെ EBIT വരുന്നത്. അതിന് 1 മൈനസ് ടാക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ 50% അല്ലായിരുന്നു ടാക്സ്. അപ്പം 1 മൈനസ് ടാക്സ് എന്ന് പറയുമ്പോൾ 50% വരും. 50% ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഫസ്റ്റ് കേസിൽ 1,25,000 ഷെയർസ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേലേക്ക് വരുമ്പോൾ EBIT എത്രയാണ്? 3,12,500 തന്നെയാണ്. അതിന് ഇൻട്രസ്റ്റ് എത്രയാണ്? 20,000 ആയിരുന്നു ഇൻട്രസ്റ്റ്. മറ്റേ 2,50,000 ഇൻറ്റു 8% നമ്മൾ ഓൾറെഡി കണ്ടുവച്ചല്ലേ. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? ഇവിടെ 1,00,000 ഷെയർസേ ഉള്ളൂ. ഇൻറ്റു 1 മൈനസ് ടാക്സ്. 1 മൈനസ് ടാക്സ് എത്രയാണ്? 50%. ഞാൻ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് വെറുതെ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി എടുത്തോളൂ. ഇത് EBIT ലെസ് ഇൻട്രസ്റ്റ്. വീട്ടിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്തു. അപ്പോൾ 1,46,500 1,56,500. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂല? ആ EBIT ഏതാണെന്ന് കിട്ടൂല. ഇത് നമുക്ക് ജസ്റ്റ് ആ EBIT ഏതാണെന്ന് ജസ്റ്റ് പറയാൻ മാത്രമേ കഴിയൂ. അപ്പോൾ നമുക്ക് ആ കേസിൽ വരുന്ന EBIT എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാം? ആ കേസിൽ വരുന്ന EBIT കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കിട്ടൂല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ EBIT-നെ EBIT ആയിട്ട് തന്നെ എടുക്കുക. അതായത് EBIT ഇൻറ്റു 50% ഡിവൈഡഡ് ബൈ 1,25,000 is equal to EBIT മൈനസ് 20,000 ഇൻറ്റു 50% ഡിവൈഡഡ് ബൈ 1,00,000. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്തു എന്ത് കിട്ടും? 0.5 EBIT ഡിവൈഡഡ് ബൈ 1,25,000 is equal to 0.5 EBIT മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 1,00,000. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 1,00,000-നെ പുറത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഈ 1,25,000-നെ പുറത്തേക്ക് കൊണ്ടുപോവുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1,00,000-നെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 50,000 EBIT is equal to 1,25,000 into 0.5
62,500 EBIT minus 1,25,000 into 10,000. ഇത് വമ്പൻ എമൗണ്ട് ആണല്ലോ. $125 വരും. മൈനസ് 125 കോടി. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പം ഇവിടെ EBIT 50,000 EBIT ഈക്വൽ ടു 50,000 EBIT ഈക്വൽ ടു 62,500 EBIT എന്ന് കിട്ടും. അപ്പം ഇനി എന്ത് ചെയ്യുക? ഈ 125 crore പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം പ്ലസ് ആവും. ഇവിടെ മൈനസ് ഉള്ളത് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. 125,000 125 crore ഈക്വൽ ടു 62,500 മൈനസ് 50,000 EBIT എന്ന് വരും. ഒക്കെ ജസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്, ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അപ്പം 12,500 EBIT എന്ന് വരും. അപ്പം 12,500 EBIT എന്ന് പറഞ്ഞാൽ 125 crore ആണ്. അപ്പൊ EBIT കിട്ടണ എന്ത് ചെയ്താൽ മതി? 12,500 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പം EBIT is equal to 12,500 1 lakh എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് എന്താണോ നോക്കാം, റെഡി ആണോ നോക്കാം. EBIT നമുക്ക് 1 lakh ആണ് കിട്ടിയത്. ഇനി ഇത് നമുക്ക് റെഡി ആണോ നോക്കേ. ആദ്യം ഇക്വിറ്റിന്റെ കേസ്, ഇത് ഡെപ്റ്റിന്റെ കേസ്. EBIT 1 lakh വരുന്നുണ്ട്, ഇവിടെയും 1 lakh വരുന്നുണ്ട്. ലെസ് ഇൻട്രസ്റ്റ് ഇവിടെ ഇല്ല, ഇവിടെ 20,000 വരുന്നുണ്ട്. ഇവിടെ 80,000 വരും, ഇവിടെ 1 lakh തന്നെ വരും. ടാക്സ് 50%, 50,000. ഇവിടെ എത്ര വരും? 40,000. 50,000, 40,000. അപ്പം ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇത് തന്നെയാണ് എന്ത്? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും. ഇവിടെ എത്ര ഷെയർ ഉണ്ട്? 1,25,000 ഷെയർ ഉണ്ട്, ഇവിടെ 1 lakh ഷെയർ ഉണ്ട്. നോക്കേ കിട്ടുമല്ലോ നോക്കേ. അപ്പം EPS is equal to 50,000 divided by 1,25,000. നോക്കട്ടെ. is equal to 0.4. ഇത് 40,000 divided by 1 lakh equal to 0.4. കണ്ടോ? ഇത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡിഫറൻസ് പോയിന്റ്. അതായത് നമ്മൾ രണ്ട് മെത്തേഡിൽ ചെയ്താൽ, ഡെപ്റ്റ് ഉള്ള കേസ് ചെയ്താലും ഇക്വിറ്റി ഉള്ള കേസ് ചെയ്താലും നമ്മൾ എന്തായി മാറും? EPS സെയിം ആയി മാറുന്ന ഒരു ലെവൽ ഓഫ് എന്തുണ്ടാവും? EBIT ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻഡിഫറൻസ് പോയിന്റിലെ EBIT എന്ന്. അതിനാണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ താഴെയുള്ളതൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ ജസ്റ്റ് EBIT ഇപ്പൊ എത്ര? 1 lakh അല്ലേ? നമുക്കൊരു 80,000 എടുത്ത് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് മാറ്റം വരുന്നത് നോക്കാം. ഇത് ഇത്രയ്ക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം, എക്സാമിന് ഇങ്ങനൊക്കെ ചോദിച്ചാൽ ചില ടൈം നമുക്ക് പറയാൻ പറ്റൂല, ചിലപ്പോൾ ഡീപ്പായിട്ട് ചോദിക്കും. ആ കേസിൽ നിങ്ങൾക്ക് ഹെൽപ്പായി വരും.
അപ്പം EBIT ലെസ് ദാൻ ഇൻഡിഫറൻസ് പോയിന്റ്. ഇൻഡിഫറൻസ് പോയിന്റ് എത്രയാണ്? 1 lakh ആണ് ഇൻഡിഫറൻസ് പോയിന്റ്. അപ്പോൾ നമുക്ക് സപ്പോസ് 80,000 എടുക്കാം. അപ്പോൾ 80,000 ആണ് നമ്മുടെ പുതിയ EBIT കേട്ടോ. അപ്പം EBIT നമുക്ക് 2 കേസിലും ചെയ്ത് നോക്കാം. ഇക്വിറ്റി, ഡെപ്റ്റ്. EBIT ഫസ്റ്റ് കേസിൽ 80,000, സെക്കൻഡ് കേസിൽ 80,000 ലെസ് ഇൻട്രസ്റ്റ്. ഇവിടെ ഇല്ല, ഇവിടെ 20,000. അപ്പോൾ ഇവിടെ EBT എത്ര വരും? ഇവിടെ 80,000 തന്നെ വരും. ഇവിടെ 60,000 വരും. ടാക്സ് 50%, ഇവിടെ 40,000, ഇവിടെ 30,000. EAT എത്ര വരും? ഇവിടെ 40,000, ഇവിടെ 30,000. നമ്പർ ഓഫ് ഷെയർസ് എത്ര ഉണ്ട്? ഇവിടെ 1,25,000 ഉണ്ട്, ഇവിടെ 1 lakh ഉണ്ട്. അപ്പോൾ ഇവിടെ EPS എത്ര വരും? 40,000 ഡിവൈഡഡ് ബൈ 1,25,000 is equal to 0.32 വരും. ഇവിടെ എത്ര വരും? 1 lakh divided by 30,000 divided by 1 lakh is equal to 0.30 എന്ന് വരും. കണ്ടോ, ഇത് കുറഞ്ഞു വരുന്നുണ്ടോ? അതായത് ഈ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 EPS, അതായത് ഒരു EBITന്ന് ഒരേ ആ EBITയിൽ രണ്ടാളുടെയും എന്തായിരിക്കും EPS സെയിം ആയി വരും. ബട്ട് ഇനി അതിൽ താഴെയാണ് ഈ EBIT എന്നുണ്ടെങ്കിൽ, അതായത് ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും താഴത്താണ് നമ്മുടെ EBIT വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായി മാറും? ഈ ഡെപ്റ്റിലേക്കായിരിക്കും എന്തുണ്ടാവുക? ഡെപ്റ്റിനായിരിക്കും ഏണിങ്സ് കുറവുണ്ടാവുക. EPS ഡെപ്റ്റിൻ്റെ കേസിൽ കുറവായിരിക്കും, നമ്മുടെ ഇക്വിറ്റിൻ്റെ കേസിൽ കൂടുതലായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ 0.32 ആയി, ഇതും അപ്പുറത്ത് 0.3 ആയി. അപ്പോൾ ഇങ്ങനെ ഇത് കൂടുന്നതിനനുസരിച്ച് EBIT കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് EBITയും ഇക്വിറ്റിയും ഡെപ്റ്റും തമ്മിൽ എന്തുണ്ട്? ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതായത് EBIT കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് ഡെപ്റ്റ് മാത്രമുള്ള കേസാണെങ്കിൽ നന്നായി ബാധിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ EBIT 20,000-നേക്കാളും അത് ഇൻട്രസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഒക്കെ ആയി പോകും. അപ്പം EPS നെഗറ്റീവ്, അതായത് നമുക്ക് ക്യാഷ് കൊടുക്കാനില്ലാത്ത അവസ്ഥ വരും, എന്നിട്ട് അത് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ റിസ്ക് ഉള്ള കേസാണ് എന്ത്? ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ഈ EBIT ഇൻഡിഫറൻസ് പോയിന്റ് എന്തായാലും നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ഇക്വേഷൻ ജസ്റ്റ് ഇങ്ങനെ വരുന്നത് EBIT മൈനസ് ഇൻട്രസ്റ്റ്, അതായത് വിത്ത് ഡെപ്റ്റ് ആണെങ്കിൽ, വിത്ത് ഡെപ്റ്റ് ഉള്ള കേസ് EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്, അതായത് പോസ്റ്റ് ടാക്സിലേക്ക് മാറ്റുന്നു, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. വിത്തൗട്ട് ഡെപ്റ്റ് ആണെങ്കിൽ EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അത് വിത്തൗട്ട് ഡെപ്റ്റ് പറയുമ്പോൾ ഇക്വിറ്റി മാത്രമുള്ള കേസാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റിയും അങ്ങനത്തെ കേസാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഇനി പ്രിഫറൻസ് ഷെയറും കൂടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് പ്രിഫറൻസ് ഷെയറിനുള്ള പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടി മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. EBITനെ എടുക്കുക, അതായത് EBITനെ EBIT ആയിട്ട് തന്നെ എക്സ് ആയിട്ടോ അല്ലെങ്കിൽ EBIT തന്നെ ആയിട്ടോ എടുക്കുക. എന്നിട്ട് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇതാണ് കേട്ടോ ഇക്വേഷൻ. മുകളിലത്തെ ഇതല്ല, നമ്മൾ ജസ്റ്റ് പറയുമ്പോൾ അങ്ങനെ വന്നു പോയതാണ്. ഇതല്ല ഇക്വേഷൻ. നമ്മൾ പുതിയത് കണ്ടുപിടിക്കല്ലേ.
EBIT എത്ര വരിക എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം അതിനെക്കൊണ്ട് EBIT 50% ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് EBITനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അറിയാത്ത ഫാക്ടറായിട്ട് വെക്കും, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കും. EBIT ഡിവൈഡ് ബൈ ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീറോൻ്റെ കളി കുറച്ച് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 0 കുറച്ച് കുറയ്ക്കാം. അതായത് രണ്ട് ഡിനോമിനേറ്ററിലും 1 lakhൻ്റെ മുകളിൽ, അതായത് 1,25,000 ഉണ്ട്, ഇവിടെ 1 lakh ഉണ്ട്. അപ്പോൾ ഈ 3 0 ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. രണ്ട് സ്ഥലത്തുനിന്നും ഒരേപോലെ ഒഴിവാക്കണം. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സീറോൻ്റെ അധിക കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. അതായത് 125 crore എന്നൊക്കെ വന്നില്ലേ, അപ്പോൾ അങ്ങനെ വരാതെ കുറച്ചൊന്ന് കുറയ്ക്കാം. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ വെട്ടി ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഓക്കെ. അല്ല ഇനി അങ്ങനൊന്നും അറിയില്ല, കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ചെയ്യേണ്ട, സാധാ പോലെ ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും എമൗണ്ട്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ചെറിയ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ബേസ്ഡ് ഓൺ EPS ഇൻഡിഫറൻസ് പോയിന്റ്. കമ്പനീസ് EBIT ലെവൽ, EBIT ലെസ് ദാൻ ഇൻഡിഫറൻസ് പോയിന്റ്. EBIT ലെസ് ദാൻ ഇൻഡിഫറൻസ് പോയിന്റ്. ഓപ്ഷൻ വിത്ത് ലോവർ ഡെപ്റ്റ് ആൻഡ് ലോവർ ഇൻട്രസ്റ്റ് ബേർഡൻ. അതായത് നമ്മൾ കണ്ടു എന്താണ്, ലോവർ ഡെപ്റ്റും ലോവർ ഇൻട്രസ്റ്റ് ബേർഡനും ഉള്ളിടത്താണ് എന്ത് EPS കൂടുന്നത്. ഇക്വിറ്റിൻ്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഉള്ള സ്ഥലത്തായിരുന്നു എന്ത് EBIT കുറഞ്ഞ ടൈം, നമ്മൾ ലാസ്റ്റ് ചെയ്ത ടൈപ്പില്ലേ, അതാണ് EBIT ലെസ് ദാൻ ഇൻഡിഫറൻസ് പോയിന്റ്. അപ്പോൾ ആ കേസിൽ എന്താണ്, ലോവർ ഡെപ്റ്റ് ഉള്ള, അതായത് ഇക്വിറ്റി മാത്രമുള്ള സ്ഥലത്തായിരുന്നു ഏർണിങ്സ് കൂടുതൽ. അപ്പോൾ ആ മെത്തേഡാണ് എന്ത് കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ്. വെൻ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് EBIT ആർ ലോ, എ ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഷുഡ് ബി പ്രോപ്പർലി മാനേജ്ഡ് വിത്ത് ലോവർ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇത് ജസ്റ്റ് എക്സ്പ്ലനേഷനായിട്ട് എഴുതിയതാണ്, നിങ്ങളൊന്ന് നോക്കുക. ഇനി EBIT is equal to indifference point. Any method of financing can be chosen. അതായത് അതിൽ EBIT ഇൻഡിഫറൻസ് പോയിന്റും സെയിം ആവുന്ന ടൈം ആണെങ്കിൽ, അതായത് ഇൻഡിഫറൻസ് പോയിന്റിലാണ് നമ്മൾ EBIT വരുന്നതെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് ഡെപ്റ്റ് ഉള്ളതായാലും ഇക്വിറ്റി ഉള്ളതായാലും ഒക്കെ സെയിം എഫക്റ്റ് ആണ്, സെയിം EPS ആണ് വരിക. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി EBIT ഗ്രേറ്റർ ദാൻ ഇൻഡിഫറൻസ് പോയിന്റ്, ഓപ്ഷൻ വിത്ത് ഹയർ ഡെപ്റ്റ് ആൻഡ് ഹയർ ഇൻട്രസ്റ്റ് ബേർഡൻ. അതായത് ഹയർ ഡെപ്റ്റ് അധികം ഉള്ളതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഡെപ്റ്റിൻ്റെ കോസ്റ്റും കുറഞ്ഞ കോസ്റ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടാക്സ് സേവിങ്ങും അവിടെ ഉണ്ടാവും. അപ്പം ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമുള്ളൂ. ഓക്കെ, ഇനിയൊരു നോട്ട് ഉണ്ട്. ഇൻഡിഫറൻസ് പോയിന്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓൺലി വെൻ ദർ ആർ ഗ്രേറ്റർ ദാൻ 2 ഓപ്ഷൻസ്. ഇൻഡിഫറൻസ് പോയിന്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് കോമ്പിനേഷൻ ഓഫ് 2 ഓപ്ഷൻസ്. അതായത് ഇപ്പം രണ്ടിൽ കൂടുതലൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ 2 ഓപ്ഷൻസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഏതിനാണ് നല്ലത് അങ്ങനെ ചൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് പോയിന്റ് പിന്നെ 2 ഓപ്ഷൻസ് എങ്കിലും മിനിമം ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇൻഡിഫറൻസ് പോയിന്റ് എന്താണെന്ന് നോക്കാൻ പറ്റും. അല്ലാതെ ഒറ്റൊന്ന് മാത്രമായിട്ട് നമ്മൾ എന്തായാലും നോക്കൂലല്ലോ ഇൻഡിഫറൻസ് പോയിന്റ് എന്താണെന്ന്. അപ്പം ഡെപ്റ്റും വേണ്ടി വരും, അതുപോലെ തന്നെ ഇക്വിറ്റി ഒക്കെ ഉള്ള EPS സെയിം ആക്കി. ഇപ്പം 2 വെച്ചാൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതായത് EPS ഡെപ്റ്റിലുള്ള EPS, ഡെപ്റ്റ് യൂസ് ചെയ്യാത്തതിലുള്ള EPS, ഇത് രണ്ടും സെയിം ആയി വരുന്ന സിറ്റുവേഷനിലാണ് എന്ത് നമുക്ക് ഇൻഡിഫറൻസ് പോയിന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ദ ലെവൽ ഓഫ് EBIT അറ്റ് വിച്ച് ദ EPS ഇൻഡിഫറൻസ് പോയിന്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ആൾട്ടർനേറ്റീവ് വിൽ ഒക്കർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 6 lakh and 12% debenture of 4 lakh, or equity share capital of 4 lakh, 40% share capital of 40% preference share capital of 2 lakh and 12% debenture of 4 lakh. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അസ്യൂം കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഈസ് 35%
ആൻഡ് par value of equity share is rupees 10 each, 10 in each case. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലേ. ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആൻസർ നോക്കാതെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഐഡിയ വരിക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ.